പരിശോധിക്കുക. അവിടെ പറയുന്നത് ഈ ജന്മത്തിൽ സ്വധർമ്മം അനുഷ്ഠിക്കുന്നവർ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണ യോനിയിൽ അല്ലെങ്കിൽ വൈശ്യ യോനിയിൽ അല്ലെങ്കിൽ ക്ഷത്രിയ യോനിയിൽ ജനിക്കുമെന്നാണ്. കൃത്യമായി ജന്മത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവർ ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനുമാകുന്നത്. ബ്രാഹ്മണ യോനിം വ ക്ഷത്രിയ യോനിം വ വൈശ്യ യോനിം വ എന്നു തന്നെയാണ് ചാന്തോക്യോപനിഷത്ത് പറയുന്നത്. സ്വതന്ത്രനായി ജനിച്ച ശേഷം കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിൽ ജാതി കൈവരിക്കുകയല്ല, മറിച്ച് കൃത്യമായി പ്രസവത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും പ്രത്യേകമായ ജാതിയിൽ തന്നെ നേർക്ക് നേരെ ജനിക്കുകയാണ്. ഇതേപോലെ തന്നെ ശോനയോനിം വ സൂകരയോനിം വ ചണ്ടാലയോനിം വ പന്നിയുടെയോ പട്ടിയുടെയോ ചണ്ടാളന്റെയോ ജനനേന്ദ്രിയത്തിൽ ജനിക്കുന്നു എന്ന് തന്നെയാണ് ചാന്തോക്യോപനിഷത്തിൽ നമ്മൾ വായിക്കുന്നത്. ഇത് ഞാൻ പറയുന്നത് ദൈവദൂതന്മാർ പഠിപ്പിച്ച ആദർശങ്ങൾ ഭാരതത്തിൽ നിലനിന്നപ്പോൾ തന്നെ, മാനവ സാഹോദര്യത്തിന്റെ മഹത്തായ അധ്യാപനങ്ങൾ ഈ നാട്ടിൽ നിന്നുണ്ടായപ്പോൾ തന്നെ ഭൂമിയിലെ മനുഷ്യരെല്ലാവരും ഒരു കുടുംബമാണ് എന്ന് പറയുന്ന തരത്തിലുള്ള ഉജ്ജ്വലമായ ആദർശങ്ങൾ നമ്മുടെ പൂർവ്വ പിതാക്കൾക്ക് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുവാൻ കഴിഞ്ഞതോടൊപ്പം തന്നെ ഭാരതത്തിൽ നിലനിന്ന ജാതി വിവേചനങ്ങളെ വളരെ സമർത്ഥമായി ദൈവവിശ്വാസത്തെയും മരണാനന്തര ജീവിതത്തിലുള്ള വിശ്വാസത്തെയും ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് സംരക്ഷിക്കുവാനും ശാശ്വതീകരിക്കുവാനുമുള്ള ശ്രമങ്ങൾ നടന്നു. അവിടെ നിന്ന് വീണ്ടും നമ്മൾ മുന്നോട്ട് പോവുക. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ബ്രാഹ്മണങ്ങളിലേക്ക് കടന്നു പോവുക. നമ്മൾ ഉപനിഷത്തുകൾ കഴിഞ്ഞാൽ പ്രധാനപ്പെട്ടവയാണല്ലോ ബ്രാഹ്മണങ്ങൾ. ശതപഥ ബ്രാഹ്മണം പറയുന്നത് ദേവന്മാർ രണ്ടു തരത്തിലുണ്ട് എന്നാണ്. രണ്ടു തരത്തിലുള്ള ദേവന്മാർ. ഒരു തരം ദേവന്മാർ എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാവർക്കും പരിചയമുള്ള ദേവന്മാർ. രണ്ടാമത്തെ ദേവന്മാർ ഈ ഭൂമിയിൽ ദേവധർമ്മം നിർവഹിക്കുന്ന ആളുകൾ അഥവാ ബ്രാഹ്മണന്മാർ. ആ ബ്രാഹ്മണന്മാർ ദൈവത്തിന് തുല്യരാണ്, ദേവന്മാരെ പോലെയാണ്, അവരെ നിങ്ങൾ പൂജിക്കുക എന്ന് പറയുന്ന ശതപഥ ബ്രാഹ്മണം. എങ്ങനെ ഓരോ കാര്യങ്ങളും ഭാരതത്തിൽ വളർന്നു വന്ന ധർമ്മശാസ്ത്രത്തെക്കുറിച്ച് നമുക്കറിയാം, നിയമങ്ങളെക്കുറിച്ച്. ആ നിയമങ്ങൾ തീർച്ചയായും പലപ്പോഴും സമഗ്രമാണ്, ജീവിതത്തിന്റെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളെയും സ്പർശിക്കുന്നവയാണ്. സ്മൃതി ഗ്രന്ഥങ്ങളിൽ, ഗൃഹ്യസൂത്രങ്ങളിൽ, ധർമ്മസൂത്രങ്ങളിൽ എല്ലാം പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള വളരെ സമഗ്രമായ നിയമങ്ങൾ. വ്യക്തിജീവിതം മുതൽ, കുടുംബജീവിതം മുതൽ, സാമ്പത്തിക നിയമങ്ങൾ മുതൽ, അതിർത്തി തർക്കങ്ങൾ മുതൽ, ഏതെങ്കിലും അർത്ഥത്തിലുള്ള കടപ്പത്രങ്ങൾ തയ്യാറാക്കേണ്ട രൂപം മുതൽ രാജ്യം ഭരിക്കേണ്ട രീതി വരെ സവിസ്തരം പ്രതിപാദിക്കപ്പെട്ടിട്ടുള്ള, നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സമഗ്രമായ നിയമഗ്രന്ഥങ്ങൾ. ആ നിയമഗ്രന്ഥങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നിയമഗ്രന്ഥമാണ് തീർച്ചയായും മനുസ്മൃതി. മനുസ്മൃതി ഇന്ത്യയിലെ വൈദിക ധർമ്മത്തിന്റെ അടിസ്ഥാന നിയമ സംഹിതയായി പലപ്പോഴും പരിഗണിക്കപ്പെട്ടു. മനുസ്മൃതിയെ കുറിച്ച് പറയുന്നത് ആദ്യത്തെ മനുഷ്യനും ഒരു വേള ദൈവസ്ഥാനമുള്ളയാളുമായ മനുവിനോട് എന്തൊക്കെയാണ് ഞങ്ങൾ പാലിക്കേണ്ട നിയമങ്ങൾ എന്ന് ചോദിക്കപ്പെട്ട സമയത്ത് മനു വിശദീകരിച്ച കാര്യങ്ങൾ ഭൃഗു മഹർഷി അദ്ദേഹത്തിന്റെ ഭാഷയിൽ ശിഷ്യന്മാർക്ക് വിശദീകരിച്ചു കൊടുത്തതാണ് മനുസ്മൃതി എന്നാണ്. അതുകൊണ്ടാണ് മനുസ്മൃതി പലപ്പോഴും ഭൃഗു സംഹിത എന്നും വിശേഷിക്കപ്പെടുന്നത്. എന്തൊക്കെയാണ് മനുസ്മൃതിയിൽ ഈ വിഷയകമായി പറയുന്നത്? ഈ പറഞ്ഞ ജീവിതത്തിന്റെ ഏതാണ്ട് എല്ലാ തലങ്ങളെയും സ്പർശിക്കുന്ന നൂറുകണക്കിന് നിയമങ്ങളെ 10 അധ്യായങ്ങളിലായി സംക്ഷേപിക്കുന്ന മനുസ്മൃതി ഈ നിയമങ്ങളിൽ മുഴുവൻ ജാതിയെ പേറുന്നു എന്ന് നമുക്ക് കണ്ടെത്തുവാൻ കഴിയും. വർണ്ണാശ്രമ വ്യവസ്ഥയെ, ജാതി വ്യവസ്ഥയെ, ചാതുർവർണ്ണ്യത്തെ ഓരോ വാക്കിലേക്കും ആവാഹിച്ചുകൊണ്ടാണ് മനുസ്മൃതി സംസാരിക്കുന്നത്. അവിടെ മനുസ്മൃതിയുടെ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ അതിന്റെ 95 മുതൽ 101 വരെയുള്ള വചനങ്ങൾ നമ്മൾ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവം തമ്പുരാൻ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചു, പ്രപഞ്ചത്തിൽ പലതിനെയും സൃഷ്ടിച്ചു. അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടവയുടെ കൂട്ടത്തിൽ ഏറ്റവും ഔന്നത്യമുള്ളത് മനുഷ്യനാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും ഔന്നത്യമുള്ളത് ബ്രാഹ്മണർക്കുമാണ്. ബ്രാഹ്മണർ ജനിച്ചത് തന്നെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തോടു കൂടിയാണ്. ബ്രാഹ്മണർ ജനിച്ചത് തന്നെ ഏറ്റവും ഉയർന്ന സ്ഥാനത്തോടു കൂടിയാണ് എന്നാണ് മനുസ്മൃതി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയുന്നത്. അതല്ലാതെ ബ്രാഹ്മണർ ആ സ്ഥാനം ആർജിച്ചെടുക്കുന്നു എന്നല്ല. അതുകൊണ്ട് ഈ ഭൂമിയിലെ സകലതും അവരുടേതാണ്, ഈ ഭൂമിയിലെ സ്വത്തുക്കളെല്ലാം അവരുടേതാണ്, മറ്റുള്ളവരെല്ലാം അവരുടെ കാരുണ്യത്തിലാണ് ജീവിക്കുന്നത് എന്ന് പറയുന്ന വചനങ്ങൾ മനുസ്മൃതിയുടെ അധ്യായങ്ങളിൽ ഏറ്റവും ഒടുവിലെ അധ്യായങ്ങളിൽ ഒന്നായ 9-ാമത്തെ അധ്യായം നമ്മൾ പരിശോധിക്കുക. 314 മുതൽ 317 വരെയുള്ള വചനങ്ങൾ. ആ വചനങ്ങളിൽ നമ്മൾ കാണുക, ബ്രാഹ്മണൻ അയാൾ വിവരമുള്ളവനായാലും വിവരം കെട്ടവനായാലും, അയാൾ പണ്ഡിതനായാലും വിവരദോഷിയായാലും നിങ്ങൾ അയാളെ പൂജിച്ചേ മതിയാകൂ, നിങ്ങൾ അയാളെ ആദരിച്ചേ മതിയാകൂ. കാരണം അയാൾ ബ്രാഹ്മണനാണ്. ഭൂമിയുടെ നിലനിൽപ്പ്, ആകാശഗോളങ്ങളുടെ നിലനിൽപ്പ്, ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ, അഗ്നിയുടെ നിലനിൽപ്പ്, സമുദ്രത്തിന്റെ നിലനിൽപ്പ്, ഇവയെല്ലാം ബ്രാഹ്മണനുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ബ്രാഹ്മണൻ എങ്ങനെയായിരുന്നാലും ആ ബ്രാഹ്മണനെ നിങ്ങൾ ആദരിച്ചേ മതിയാകൂ എന്ന് പറയുന്ന മനുസ്മൃതിയുടെ നിയമം. അവിടെയും ജന്മമാണ് ഈ മഹത്വത്തിന്റെ അടിത്തറ. അല്ലായിരുന്നുവെങ്കിൽ, കർമ്മം കൊണ്ടായിരുന്നുവെങ്കിൽ ബ്രാഹ്മണൻ നല്ലവനാണെങ്കിൽ ആദരിക്കപ്പെടണം എന്നായിരുന്നു പറയേണ്ടിയിരുന്നത്. അങ്ങനെയല്ലല്ലോ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് മനുസ്മൃതിയുടെ ശിക്ഷാ നിയമങ്ങളിൽ
ഭീകരമായ വിവേചനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ മനുസ്മൃതിയുടെ 8-ാമത്തെ അധ്യായത്തിൽ ശിക്ഷാ നിയമങ്ങളെ കുറിച്ചുള്ള വിശദമായ പ്രതിപാദനമുണ്ട്. അവിടെ നമ്മൾ കാണുന്നത് ഒരു ബ്രാഹ്മണൻ ശൂദ്രനെ നിന്ദിച്ചാൽ 12 പണം പിഴയടക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ നേരെ തിരിച്ച് അവിടെ സംഭവിക്കുന്നത് ഒരു ശൂദ്രൻ ബ്രാഹ്മണനെ നിന്ദിക്കുകയാണെങ്കിൽ അയാളെ വധിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് മനുസ്മൃതി പറയുന്നു. അവിടെ അവസാനിക്കുന്നില്ല. ഒരു ശൂദ്രൻ ഒരു ബ്രാഹ്മണനെ ചീത്ത പറഞ്ഞാൽ, ഒരു ശൂദ്രൻ ഒരു ബ്രാഹ്മണനെതിരെ കഠിനമായ വാക്കുകൾ പ്രയോഗിച്ചാൽ അയാളുടെ നാക്ക് മുറിച്ചെടുക്കണം എന്ന് മനുസ്മൃതി കൽപ്പിക്കുന്നു. ഇനി അയാൾ അത് ചെയ്തത് ഈ ബ്രാഹ്മണനെ കേവലമായി ചീത്ത പറയുന്നതിന് പകരം അയാളുടെ ജാതി പേര് ഉപയോഗിച്ച് അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അയാൾ ചീത്ത പറഞ്ഞതെങ്കിൽ 10 അംഗുലം നീളമുള്ള ആണി പഴുപ്പിച്ച് അയാളുടെ നാവിലിടണം എന്ന് മനുസ്മൃതി കൽപ്പിക്കുന്നു. അവിടെയും അവസാനിക്കുന്നില്ല മനുസ്മൃതിയുടെ നിയമങ്ങൾ. ഇതേപോലെ ഏതെങ്കിലും ഒരു ബ്രാഹ്മണനെ ഒരു ശൂദ്രൻ തല്ലിയാൽ ആ ശൂദ്രന്റെ കൈ മുറിക്കണമെന്നും ചവിട്ടിയാൽ കാൽ മുറിക്കണമെന്നുമെല്ലാം പറഞ്ഞുകൊണ്ടാണ് ആ ശിക്ഷാ നിയമങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതെല്ലാം പറഞ്ഞത് ഇവിടെ സൂചിപ്പിച്ചത് ഭാരതത്തിൽ എന്തുണ്ടായി എന്ന് വസ്തുനിഷ്ഠമായി നമുക്ക് മനസ്സിലാകുവാനാണ്. തീർച്ചയായും സംസ്കാരത്തിന്റെ പറുദീസയായിരുന്ന ഈ നാട് മഹത്തായ ദർശനങ്ങൾക്ക് ജന്മം നൽകിയ നാട്. പക്ഷേ ആ നാടിന്റെ മുഖത്ത് ഒരു കളങ്കമായി, ഒരു കറുത്ത പൊട്ടായി ലോകത്തിന് മുന്നിൽ അവശേഷിക്കുന്ന തരത്തിൽ ഈ വിവേചനങ്ങളെ മതപരമായി സിദ്ധാന്തവൽക്കരിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ആ സ്ഥിതിവിശേഷത്തിന്റെ പ്രതിഫലനങ്ങൾ നമ്മൾ കാലങ്ങളോളം അനുഭവിച്ചു, നൂറ്റാണ്ടുകളോളം അനുഭവിച്ചു. ശ്രീശങ്കരാചാര്യർ അദ്വൈത വേദാന്തത്തിലൂടെ മാനവ സാഹോദര്യം പഠിപ്പിച്ചു എന്ന് പറയുന്ന മലയാളിയായ കാലടിക്കാരനായ, തീർച്ചയായും കേരളത്തിന്റെ ചരിത്രത്തിൽ ശ്രദ്ധേയമായ സ്ഥാനമുള്ള മഹാനായ പണ്ഡിതൻ. അദ്ദേഹം ഈ ശ്രീശങ്കരാചാര്യർ ബ്രഹ്മസൂത്രത്തിനെഴുതിയ ഭാഷ്യമുണ്ട്, ബാദരായണന്റെ ബ്രഹ്മസൂത്രത്തിന് അദ്വൈതത്തെ സമർത്ഥിക്കുവാൻ വേണ്ടി. എന്തെല്ലാമാണ് ശ്രീശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത്? ശൂദ്രൻ സഞ്ചരിക്കുന്ന ശ്മശാനമാകുന്നു. ശൂദ്രൻ വേദം കേട്ടാൽ അവന്റെ ചെവിയിൽ ഈയം ഉരുക്കിയൊഴിക്കണം. ശൂദ്രൻ ആ വേദം ഉച്ചരിച്ചാൽ അവന്റെ നാവ് മുറിച്ചെടുക്കണം, ജിഹ്വ മുറിച്ചെടുക്കണം. ഇത് ശങ്കരാചാര്യരുടെ വർത്തമാനങ്ങളാണ്. അവിടെ അവസാനിക്കുന്നതല്ല അത്. ശ്രീ ശങ്കരാചാര്യരെ ഉദ്ധരിച്ചത് കുറെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ജീവിച്ച ഇന്ത്യയിലെ പ്രഗത്ഭനായ ഒരു ഹിന്ദുമത നവോത്ഥാന നായകൻ ജാതിയെ എങ്ങനെ അഭിമുഖീകരിച്ചു എന്ന് നമുക്ക് ബോധ്യപ്പെടാനാണ്. ആധുനിക കാലഘട്ടത്തിൽ എല്ലാവിധ സാമൂഹിക തിന്മകൾക്കുമെതിരെ പോരാടി എന്ന് നമ്മൾ പറയുന്ന ഹിന്ദുമത പരിഷ്കർത്താക്കൾ അവരുടെ പോലും രീതി എന്തായിരുന്നു? മഹാനായ സ്വാമി വിവേകാനന്ദൻ അദ്ദേഹത്തിന്റെ സംഭാവനകളെ തമസ്കരിക്കുവാനല്ല, പക്ഷേ ജാതിയോടുള്ള അവരുടെ നിലപാടുകളെ പ്രശ്നവൽക്കരിക്കുന്നതിന് വേണ്ടിയാണ്. വിവേകാനന്ദന്റെ സമ്പൂർണ്ണ കൃതികളിൽ നമ്മൾ വായിക്കുന്നത്, വിവേകാനന്ദൻ അദ്ദേഹം പറഞ്ഞത് പ്രഭു മനുഷ്യന് നൽകിയ ഏറ്റവും സമഗ്രമായ സുന്ദരമായ വ്യവസ്ഥയാണ് ജാതി വ്യവസ്ഥ. ഇന്ത്യയെ വാളിന്റെയല്ല, ആയുധങ്ങളുടെയല്ല, നിയന്ത്രിക്കപ്പെട്ട വിശുദ്ധമായ ബുദ്ധിയുടെ ശക്തിയിൽ ഏകീകരിച്ചു നിർത്തുന്നതിൽ ജാതി വ്യവസ്ഥ വിജയിച്ചു എന്നാണ് വിവേകാനന്ദന്റെ നിരീക്ഷണം. ബുദ്ധി എന്ന് പറഞ്ഞാൽ തീർച്ചയായും ബ്രാഹ്മണന്റെ ബുദ്ധി. ബ്രാഹ്മണന്റെ ആധിപത്യത്തിന് കീഴിൽ ഭാരതം നിലനിന്നതുകൊണ്ട് ഭാരതത്തിന് ഒരു ഏകീകൃത ഭാവമുണ്ടായി എന്നും ആ ഏകീകൃത ഭാവം ബ്രാഹ്മണ ബുദ്ധിയുടെ സംഭാവനയാണ് എന്നും വിശദീകരിക്കുന്ന വിവേകാനന്ദൻ. ഇതേപോലെ തന്നെ ഇത് പറഞ്ഞാൽ ഇങ്ങനെ ഒരുപാട് പേരെ നമുക്ക് ഉദ്ധരിക്കുവാൻ കഴിയും. ഇന്ത്യയിൽ തൊടലിനെതിരെ, തീണ്ടലിനെതിരെ, ഐക്യത്തിനെതിരെ, ജാതി വിവേചനങ്ങൾക്കെതിരെ അതിശക്തമായി സംസാരിച്ച, ഇന്ത്യയിൽ ക്ഷേത്രപ്രവേശനങ്ങൾക്ക് വേണ്ടി പൊതുവഴിയിൽ ദലിതന് നടപ്പവകാശം ഉണ്ടാകാൻ വേണ്ടി ശക്തമായ സമരങ്ങൾ നയിച്ച നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. ആ മഹാത്മാഗാന്ധി ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അംബേദ്കറോട് സൈദ്ധാന്തികമായി വിയോജിച്ചപ്പോൾ പോലും ഇന്ത്യയിലെ ദലിതുകളോടൊപ്പം അനുഭാവപൂർവ്വം നിലകൊണ്ട മഹാത്മാഗാന്ധി. ആ മഹാത്മാഗാന്ധിജി പോലും അദ്ദേഹം വളരെ കൃത്യമായി ഒരിക്കൽ എഴുതിയത് ജാതി എന്ന് പറയുന്നത് പ്രകൃതിയുടെ അടിസ്ഥാന നിയമമാണ് എന്നാണ്. അത് ഹിന്ദുക്കളുടെ മേൽ ആരും അടിച്ചേൽപ്പിച്ചതല്ല. പാശ്ചാത്യർ ഗുരുത്വാകർഷണ സിദ്ധാന്തം കണ്ടുപിടിച്ചു എന്നേ ഉള്ളൂ, അതവരുണ്ടാക്കിയതല്ല. ഗുരുത്വാകർഷണം ഭൂമിയിൽ നേരത്തെയുള്ളതാണ്. ഇതേപോലെ പ്രകൃതിയുടെ, പ്രപഞ്ചത്തിന്റെ നിയമമാണ് ജാതി. ആ ജാതിയെ ഹിന്ദുക്കൾ കണ്ടെത്തിയെന്നേ ഉള്ളൂ. അങ്ങനെ കണ്ടെത്തിയതുകൊണ്ട് ഹിന്ദുക്കൾക്ക് ഒരുപാട് നേട്ടമുണ്ടായി, ക്ഷേമമുണ്ടായി എന്ന് ഗാന്ധിജി എഴുതുന്നു. ജാതിയുടെ ദുരുപയോഗങ്ങളെ അദ്ദേഹം എതിർത്തു, ഐക്യത്തെ എതിർത്തു, തൊടലിനെ എതിർത്തു, തീണ്ടലിനെ എതിർത്തു. പക്ഷേ ജാതി എന്ന സങ്കല്പത്തെ അദ്ദേഹം സംരക്ഷിച്ചു. മനുഷ്യർ 4 തരമാണ് എന്ന് അദ്ദേഹം വാദിച്ചു. ആ 4 തരം ദൈവദത്തമാണ് എന്ന് വിശ്വസിച്ചു. ഓരോരുത്തരും അവരുടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം വിചാരിച്ചു. എന്തുകൊണ്ട് എന്നതാണ് ചോദ്യം. എന്തുകൊണ്ട് ശ്രീശങ്കരാചാര്യരെ പോലൊരു അദ്വൈത വേദാന്തിക്ക്, വിവേകാനന്ദനെ പോലൊരു സാമൂഹ്യ പരിഷ്കർത്താവിന്, ഗാന്ധിജിയെ പോലൊരു മനുഷ്യ സ്നേഹിക്ക് ജാതിയെ തള്ളിപ്പറയാൻ കഴിഞ്ഞില്ല? കാരണം അവരെല്ലാവരും വൈദിക ഹിന്ദുമതം എന്ന് ഇന്ന് വിളിക്കപ്പെടുന്ന ആശയധാരയുടെ വക്താക്കളായിരുന്നു, ഏറിയതോ കുറഞ്ഞതോ ആയ അളവിൽ. ഭക്തരായ ഹിന്ദുക്കൾ എന്ന നിലക്ക് തീർച്ചയായും ഋഗ്വേദത്തിന്റെ, ഉപനിഷത്തുക്കളുടെ, മനുസ്മൃതിയുടെ ഒന്നും തീരുമാനങ്ങളെ തീർത്തും തള്ളിപ്പറയാൻ അവർ